വൈഡൂര്യക്കമ്മലണിഞ്ഞ് വെണ്ണിലാവരാവിൽ നെയ്യും പൂങ്കോടിപ്പാവൊടുക്കണ പൊന്മാനേ, മിന്നായ പൂങ്കവിളിൽ മിന്നിമാഞ്ഞതെന്താണ്? കല്യാണ നാളിൻ്റെ സ്വപ്നങ്ങളോ, ആരാരും കാണാത്ത വർണ്ണങ്ങളോ. വൈഡൂര്യക്കമ്മലണിഞ്ഞ് വെണ്ണിലാവരാവിൽ നെയ്യും പൂങ്കോടിപ്പാവൊടുക്കണ പൊന്മാനേ. ജോൺസൺ മാഷിൻ്റെ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. ജോൺസൺ മാഷെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ ഗായിക ശ്രീരേഖയും തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. അപ്പം നമുക്ക് ശ്രീരേഖയോട് ചോദിക്കാം, ജോൺസൺ മാഷുമായിട്ടുള്ള അനുഭവം എങ്ങനെയാണ്, അദ്ദേഹമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് പാട്ടിൻ്റെ എന്ന് പറയാമോ? ഇപ്പോൾ ജോൺസൺ മാഷ് നമ്മളെ വിട്ടു പോയിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷെ ഞാൻ പണ്ട് പാടിയിരുന്ന സമയത്ത് ജോൺസൺ മാഷ് സ്റ്റേജിൽ നിന്ന് ഗിറ്റാർ വായിച്ചുകൊണ്ട് ജോൺസൺ മാഷിന് അടുത്ത് നിന്ന് പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അന്ന് ഒരുപാട് പാട്ടുകൾ പാടി. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്നുള്ള പാട്ട് പാടിയപ്പോൾ ജോൺസൺ മാഷ് ഒരുപാട് അനുമോദിച്ചു. ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജോൺസൺ മാഷിൻ്റെ ഒരു പാട്ട് ഞാൻ പാടുക. ഏത് പാട്ടാണ് പാടുന്നത്? അദ്ദേഹത്തിന്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ് ചിത്ര ചേച്ചി പാടിയ ചമയം എന്ന ചിത്രത്തിലെ രാജഹംസം. അതെ അതെ, അയ്യോ ഒന്നും പറയണ്ട. ഒരു ഹിന്ദോളം എന്ന് പറഞ്ഞ രാഗത്തിലാണ് ആ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം. എന്താ പറയാ, ഭരതൻ സാറിന്റെ വളരെ ഇഷ്ടപ്പെട്ട രാഗമാണ് ഹിന്ദോളം. അതെ അതെ, നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. തീർച്ചയായും. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ? എവിടെ എൻ്റെ സ്നേഹഗായകൻ? ഓ രാജഹംസമേ. ഇപ്പം നിമ്മി ചേച്ചിയെ കുറിച്ച് പറയാൻ എനിക്ക് തോന്നുന്നു, ഞാനൊരു 2 വർഷമായി നിമ്മി ചേച്ചിയുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിമ്മി ചേച്ചി ഉണ്ടെന്ന് പറയാം. അതെ, അതുകൊണ്ട് തന്നെ നിമ്മി ചേച്ചിയെ കുറിച്ച് ഞാനായിരിക്കും പറയുന്നതായിരിക്കും നല്ലത്. നിമ്മി ചേച്ചി ഇപ്പം നമ്മൾ കാണുന്ന നിമ്മി ചേച്ചി എന്ന് പറഞ്ഞാൽ MA മ്യൂസിക് റാങ്ക് ഹോൾഡർ ആണ്. മാത്രമല്ല നമ്മൾ കാണുന്ന ഒരുപാട് ചിത്രങ്ങളിൽ ഒരുപാട് പാട്ടുകൾ നിമ്മി ചേച്ചി പാടിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇമ്മാനുവൽ എന്ന ചിത്രത്തിലെ ഒരു ഗാനം, അതിലൊരു പ്രയർ സോങ് ഉണ്ട്, ഒരു എന്നോട് കൂടി വസിക്കുന്ന ദൈവമേ എന്നുള്ളൊരു പാട്ടുണ്ട്. അത് ശരിക്കും ഞാനും രഞ്ജിത്ത് ജയറാമൻ എന്ന് പറഞ്ഞ സിംഗർ കൂടിയിട്ടാണ് പാടിയിരിക്കുന്നത്. നോക്കാം. എന്നോടു കൂടി വസിക്കുന്ന ദൈവമേ സത്യസൗന്ദര്യമേ, നീയാണെനിക്കുള്ള മാർഗവും ദീപവും എത്തേണ്ടതായുള്ളൊരിടവും. നീയാണെനിക്കുള്ള മാർഗവും ദീപവും എത്തേണ്ടതായുള്ളൊരിടവും. എന്നോടു കൂടി വസിക്കുന്ന ദൈവമേ സത്യസൗന്ദര്യമേ. ഈ ചിത്രത്തില് ഈ സീനിൽ നമ്മളുടെ മുന്നിൽ വരുന്നത് നമ്മളുടെ മെഗാസ്റ്റാർ മമ്മൂക്കയാണ്. അത്രയും നല്ലൊരു സ്ക്രീൻ സ്പേസ് ആണ് ചേച്ചിക്ക് കിട്ടിയിട്ടുള്ളത്. അതല്ലാതെ നമ്മൾ കേൾക്കുന്ന പല പല ഡബ് മൂവീസിലും ചേച്ചി ഒരുപാട് പാടിയിട്ടുണ്ട്. ഒരുപാട് ചിത്രങ്ങളിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലെങ്കിലും നിമ്മ ചേച്ചിയാണ്. ഗീതാ ഗോവിന്ദം എന്ന് പറഞ്ഞ ഒരു ഫിലിമില് അതിലെ ആ ഒരു പാട്ടുണ്ടല്ലോ, അത് പാടിയതില് ഒരു വോക്കൽ എൻ്റെ കൂടിയാണ്, എൻ്റെ ശബ്ദം കൂടിയാണ് ആ കേൾക്കുന്നത്. മാത്രമല്ല എല്ലാ ആഴ്ചയും ചേച്ചിയുടെ ഒരു പാട്ടെങ്കിലും റിലീസ് ഉണ്ട് എപ്പോഴും. ചേച്ചി വേദികളിൽ എന്നുള്ളതിനേക്കാൾ ചേച്ചി പോപ്പുലർ റെക്കോർഡിംഗ് ഫീൽഡിലാണ്. ഒരുപാട് പാട്ടുകൾ ചേച്ചിയുടെ ഡെയിലി ഇറങ്ങുന്നുണ്ട്. നമുക്ക് പൂർണ്ണത്രയീശന്റെ ഒരു അനുഗ്രഹം എന്ന് പറയാം. ഇവിടെ തൃപ്പൂണിത്തുറ തന്നെയുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, ശ്രീ PD സൈഗാൾ എന്ന് പറഞ്ഞ്. സൈഗാളേട്ടൻ്റെ കുറേ പാട്ടുകൾ എനിക്ക് പാടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. പൂർണ്ണത്രയീശന്റെ അല്ലെങ്കിൽ ഈ
ഇവിടെയുള്ള എരൂർ ഭാഗത്തൊക്കെ ഉള്ള നിറയെ അമ്പലങ്ങളുടെ പാടാൻ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. ഈ കുറഞ്ഞ കാലയളവിൽ അങ്ങനെ പാടാൻ പറ്റിയിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ്. അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പരിപാടികൾ ചെയ്തിട്ടുള്ളത് ഭക്തി ഗാനങ്ങളിൽ ആണ്. കൂടുതൽ ഡിവോഷണൽ പ്രോഗ്രാംസ് ആണ്. അങ്ങനെയാണ് ഞങ്ങൾ മീറ്റ് ചെയ്തതും. തൃപ്പൂണിത്തുറ ശ്രുതി ഓർക്കസ്ട്രയിലാണ്. ശ്രുതി ഓർക്കസ്ട്ര അതിലാണ് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ മീറ്റ് ചെയ്തതും ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നതും കാരണം ശ്രുതി ഓർക്കസ്ട്രയാണ്. തൃപ്പൂണിത്തുറ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് വന്നതാണ് തൃപ്പൂണിത്തുറയ്ക്ക്. ഇപ്പൊ ഞങ്ങൾ തൃപ്പൂണിത്തുറയിൽ തന്നെയാണ്, വിട്ടു പോവില്ലേ. തൃപ്പൂണിത്തുറയുടെ മരുമക്കളാണ് ഞങ്ങൾ രണ്ടുപേരും. എൻ്റെ വീട് എറണാകുളം തന്നെയാണ്, പാലാരിവട്ടം. ഞാൻ തൃശ്ശൂർക്കാരിയാണ്. നിമ്മ ചേച്ചി ശരിക്കും എത്ര വയസ്സിലാണ് പാട്ട് പഠിച്ചു തുടങ്ങിയത്? ഒരു 8 വയസ്സ്, 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്. ഞാനും അത് തന്നെ. ആരാണ് ആദ്യത്തെ ഗുരു ആരാ ശ്രീരേഖയുടെ? എൻ്റെ ആദ്യത്തെ ഗുരു സരോജ റാവു എന്ന് പറയുന്ന ടീച്ചറാണ്. പിന്നെ ഒരുപാട് തൃശ്ശൂരാണ്. പിന്നെ ഒരുപാട് ഗുരുക്കന്മാരുടെ അടുത്ത് പഠിച്ചു. പിന്നെ ലൈറ്റ് മ്യൂസിക് ആണ് ഞാൻ കൂടുതൽ പാടാറ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് മ്യൂസിക്കിന് സണ്ണി മാഷ് എന്ന് പറഞ്ഞ സണ്ണി മാഷ് അദ്ദേഹത്തിന്റെ അടുത്താണ് പഠിച്ചത്. നിമ്മ ചേച്ചി ആരുടെ അടുത്താണ് പഠിച്ചത്? ഞാൻ ആദ്യമായിട്ട് എനിക്ക് സപ്തസ്വരങ്ങൾ പറഞ്ഞു തന്നത് ഇവിടെ എറണാകുളത്ത് തന്നെ മാമംഗലത്ത് ശ്രീ മധുസൂദന മേനോൻ എന്ന് പറഞ്ഞ മാഷാണ്. മാഷിൻ്റെ അടുത്ത് ആ 8 വയസ്സിൽ പഠിച്ചു തുടങ്ങിയിട്ടൊരു 10-25 വയസ്സ് വരെ മാഷിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പാട്ട് തന്നെയാണ് മെയിൻ. കോളേജിലാണെങ്കിലും പഠിച്ചത് മഹാരാജാസിൽ, എറണാകുളം മഹാരാജാസിൽ BA ചെയ്തു. പിന്നെ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് MA മ്യൂസിക് ഉണ്ട്, അവിടെ MA ചെയ്തു. അത് കഴിഞ്ഞിട്ട് കാലടി യൂണിവേഴ്സിറ്റിയിലെ MPhilഉം ചെയ്തു. പിന്നെ തൃശ്ശൂർ പഠിക്കുന്ന സമയത്ത് തൃശ്ശൂരത്തെ ഏറ്റവും വലിയൊരു ഗുരുനാഥൻ മങ്ങാട് നടേശൻ മാഷിൻ്റെ അടുത്ത് പോയി പഠിക്കാനുള്ളൊരു ഭാഗ്യവും കൂടി ഉണ്ടായി അതിൻ്റെ ഇടയിൽ. ഇപ്പം നടേശൻ മാഷിൻ്റെ ഒരുപാട് ശിഷ്യർ നമുക്ക് ആക്ച്വലി ഇപ്പം അത് കാണുന്നുണ്ടാവും. അവർക്ക് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും മഹാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നടേശൻ മാഷ്. നടേശൻ മാഷിന്റെ ശിഷ്യനായിട്ടുള്ള മുരളീധരൻ ഉണ്ണി സാറിന്റെ അടുത്ത് കുറച്ചു കാലം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ നമ്മൾ തമ്മിൽ. മാഷിന്റെ അടുത്ത് ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട്. G വേണുഗോപാൽ സാറ് ഒക്കെ അവിടെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ലൈറ്റ് മ്യൂസിക്കിന്റെ പറയുകയാണെങ്കിൽ കൂടുതലും കോമ്പറ്റീഷനൊക്കെ ലൈറ്റ് മ്യൂസിക്കിനാണ് പോയിരിക്കുന്നത്. അപ്പോൾ കലാഭവനിൽ ഒരു 2 വർഷം ബീന എന്ന് പറഞ്ഞൊരു ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള മിക്കവാറും സിംഗേഴ്സ് അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അപ്പോഴൊക്കെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, വോയിസ് മുകളിലേക്ക് പാടാൻ പറ്റാത്ത ഒരു പ്രശ്നം. അങ്ങനെ വന്ന സമയത്ത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എറണാകുളത്ത് തന്നെ ഒരു സാർ ഉണ്ടായിരുന്നു, PR മുരളി എന്ന് പറഞ്ഞ. അദ്ദേഹം ഫ്ലൂട്ട് വായിക്കുന്ന പ്രശസ്ത ഫ്ലൂട്ട് പ്ലെയർ ആണ്. അദ്ദേഹത്തിന്റെ അടുത്ത് വോക്കൽ ട്രെയിനിങ്ങിന് കുറച്ച് നാൾ പോയി. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് എനിക്ക് റെക്കോർഡിങ്ങിന് പാടാൻ ഞാൻ പാകപ്പെട്ടതെന്ന് പറയാം. ഞങ്ങൾ രണ്ടുപേരും തൃപ്പൂണിത്തുറയാന്ന് പറഞ്ഞല്ലോ, വന്നു ചേർന്നത് തൃപ്പൂണിത്തുറയാണ്. അപ്പൊ തൃപ്പൂണിത്തുറയിലെ ഒരു ഡിവോഷണൽ ഓർക്കസ്ട്ര ഉണ്ട്, ശ്രുതി എന്നാണ് പേര്. ഞങ്ങള് ശ്രുതിയിൽ നിന്ന് കണ്ട് ശ്രുതിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ ശ്രുതി ഓർക്കസ്ട്ര ശ്രീ രഘുനാഥൻ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ശ്രുതി ഓർക്കസ്ട്രയിലുണ്ട്. മറ്റു സിംഗേഴ്സ് ഉണ്ട്, ഫീമെയിൽ ലീഡിങ് ഞങ്ങളാണ്. തീർച്ചയായിട്ടും ശ്രുതിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാല്ലേ, ശ്രുതി ഓർക്കസ്ട്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്. ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ സ്വരമാം ചിറകിൽ അലസം നിങ്ങളിൻ മനസ്സിൻ്റെ ഉപവനത്തിൽ പറന്നു ആ ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ. ഇത്ര മനോഹരമായ പാട്ട് ചേച്ചി സൂപ്പറായി പാടി. ചേച്ചി ഈ അടുത്ത് നമ്മുടെ സെലിബ്രിറ്റി സിംഗർ മധുബാലകൃഷ്ണൻ സാറിന്റെ കൂടെ ചെന്താർമിഴി എന്നുള്ള പാട്ട് പാടുന്ന, അതും ശ്രുതിയിലൂടെ കിട്ടിയ ഒരു ഭാഗ്യമാണ്. ശ്രുതി ഓർക്കസ്ട്രയുടെ ഒരു പ്രോഗ്രാം ആദർശ് ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് നടത്തിയതാണ്. അപ്പൊ മധുബാലകൃഷ്ണനാണ് അതിൽ വന്നത്, ശ്രീരേഖയും പാടിയിട്ടുണ്ട്. അപ്പോൾ ചെന്താർമിഴി അത് പാടിയ ആളുടെ കൂടെ തന്നെ പാടാൻ സാധിച്ചു എന്നുള്ളതൊരു ഭാഗ്യമാണ്. അപ്പൊ ശ്രീരേഖ അങ്ങനെ, ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞു, വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ശ്രീരേഖ
ചിത്രചേച്ചിയുടെ കൂടെ ഇപ്പൊ നിരവധി സ്റ്റേജുകളിൽ ഡിവോഷണൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ആ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഗുരുവായൂർ പാടി. അതിനു മുന്നേ എറണാകുളത്തെ ശിവക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. അത് TS രാധാകൃഷ്ണൻ സാറിന്റെ ഭജന ടീമിന്റെ കൂടെയാണ്. ചേച്ചി എപ്പോഴും ആ ഒരു ടീമിലാണ് വന്ന് ഡിവോഷണൽ പ്രോഗ്രാംസ് ചെയ്യാറ്. അപ്പൊ അതിലെ ശ്രീരേഖ ഇപ്പൊ എത്ര സ്റ്റേജ് ആയി ചേച്ചിയുടെ കൂടെ? ഒരു 5 സ്റ്റേജോളം ആയിട്ടുണ്ട്. ഗുരുവായൂരാണ് സ്റ്റാർട്ട് ചെയ്തത്. ഭാഗ്യാണ്. അതെ, ഗുരുവായൂരാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ അടുത്ത് ഞാൻ ഭക്തി പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നതില് ഞാൻ പറഞ്ഞില്ലേ ഒരു 5 പരിപാടികൾ ഏകദേശം ചേച്ചിയുടെ കൂടെ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പൊ അതില് ഞാൻ കൂടുതൽ പാടിയിട്ടുള്ളത് ശ്രീരാമനാമമാണ്. അത് പറയുമ്പോ ഒരു കാര്യം പറയാം, ഞങ്ങള് ശ്രീരേഖയെ വിളിക്കുന്നത് തന്നെ ശ്രീരാമനാമം ശ്രീരേഖ എന്നാണ്. ആ പാട്ടില്ലാതെ ഒരു പരിപാടി ഇല്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ശ്രീരാമനാമം കേട്ടാലോ? ശ്രീരാമനാമം ശ്രീരേഖയിൽ നിന്നും ആ പാട്ടൊന്ന് കേൾക്കാം. തീർച്ചയായിട്ടും. ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപത്മം ജനിമോക്ഷദായകം സരയൂ നദി പോൽ തിരയിടുമാത്മാവിൽ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം. വെറുതെ എല്ലാവരും എപ്പോഴും പാടാൻ പറയുന്നത് അത്രയ്ക്ക് നന്നായിരുന്നു. താങ്ക് യു, താങ്ക് യു. ഞാന് കൂടുതലും ഡിവോഷണൽ റെക്കോർഡിങ്ങുകൾ കിട്ടാറുണ്ട്, പാട്ടുകൾ. അത് പറയുമ്പോൾ ഈ ഏറ്റവും അടുത്ത് അഫ്സൽ യൂസഫ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. അദ്ദേഹത്തിന്റെ കുറച്ച് വർക്കുകൾ, തിരുപ്പുകഴ്, വെങ്കടേശ സുപ്രഭാതം, നിർവാണ ഷട്കം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കൃതികൾ കുറച്ച് പാടാനായിട്ട് ഭാഗ്യമുണ്ടായി. ഇനിയും ആക്ച്വലി ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കുറച്ച് ഇതുകളല്ലേ, ലിറിക്സ് പരമായിട്ടും. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിമ്മ ചേച്ചി വളരെ പെട്ടെന്ന് ഒരു പാട്ട് പഠിക്കും. സമയം അധികം എടുക്കാറില്ല. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നൊട്ടേറ്റ് ചെയ്ത് തരാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും നിമ്മ ചേച്ചി വളരെ പെട്ടെന്ന് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക്, ആ ഒരു രാഗങ്ങളെ കുറിച്ചുള്ള ഒരു അറിവൊക്കെ ചേച്ചി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ഈ ഒരു പ്രോസസ്സിലേക്ക്? തീർച്ചയായിട്ടും പാട്ട് പഠിച്ചത് ഭാഗ്യമാണെന്ന് കരുതുന്നത് ആ ഒരു സമയത്തൊക്കെയാണ്. നമുക്ക് ശാസ്ത്രീയമായി പഠിച്ചത് എന്ന് വെച്ചാൽ നമുക്കൊരു പാട്ടിനെ കിട്ടുമ്പോൾ അതിനെ എങ്ങനെ നേരിടാം എന്നുള്ള ഒരു ഇത് നമുക്ക് എന്താ പറയാ, അതിന്റെ രാഗത്തെക്കുറിച്ചാണെങ്കിലും. ഇവിടെ താങ്ക്സ് പറയാനുള്ള എൻ്റെ ടീച്ചറോടാണ്. ഞങ്ങൾക്ക് MA പഠിപ്പിച്ച ജലജ ടീച്ചർ, ജലജ വർമ്മ ടീച്ചറുടെ കൂടെയാണ് ഞാൻ MA ശരിക്കും പറഞ്ഞാൽ പോയി വന്നുകൊണ്ടിരുന്നതെന്ന് പറയാം. ടീച്ചർ തൃപ്പൂണിത്തുറയെന്നായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ട്രെയിനിന് പോയി വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ടീച്ചർ MA പഠിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു കാര്യമായിരുന്നു, ഏത് കൃതി പഠിച്ചാലും നിങ്ങളത് നൊട്ടേറ്റ് ചെയ്ത്. ഇപ്പോഴും എൻ്റെ കയ്യിൽ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാല് ഒരിക്കലും നമുക്കത് മറക്കില്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു മറവി വന്നു കഴിഞ്ഞാൽ ബുക്ക് എടുത്ത് നോക്കിയാൽ മതി, ആ പാട്ടുകൾ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ അടുത്ത് ഞങ്ങളുടെ ഭക്തിഗാന പ്രോഗ്രാമിൽ ഞങ്ങൾ ഒരു നാവാമുകുന്ദഹരെ എന്ന ഒരു സോങ് പാടുകയുണ്ടായി. അപ്പോൾ ആ സോങ്ങിൻ്റെ അവസാനം നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ആയിട്ട്, ഇപ്പം എല്ലാം ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേഞ്ച്. ഭജൻസിന്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഒരുമിച്ചാണ് ആ പാട്ട് പാടിയതും. പണ്ട് പാടിയിരുന്ന ഒരു രീതി അല്ലല്ലോ ഇപ്പൊ സ്റ്റേജുകളിൽ എല്ലാവരും തന്നെ ഒരുമിച്ച് പാടുക. മെഡ്ലി പല പാട്ടുകളും മിക്സ് ചെയ്ത് പാടും. അതല്ലെങ്കിൽ നമ്മളുടേതായ എന്തെങ്കിലും എന്താ പറയാ, എന്തെങ്കിലും ആഡ് ഓൺസ് എന്തെങ്കിലും അങ്ങനെ ചെയ്യും. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടി ഇരുന്ന് ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ്. അപ്പൊ അതിലെ നൊട്ടേഷനും എല്ലാ കാര്യങ്ങളും ചേച്ചിയും പിന്നെ എൻ്റെ സിസ്റ്റർ ഇൻ ലോ ഉണ്ട്, അത് അവരും മ്യൂസിക് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്നിട്ടാണ് അതിലെ ഒരു കുറച്ച് സ്വരം പോലെ ഞങ്ങൾ എടുത്തു. നമുക്ക് ആ പാട്ടിലെ രണ്ടുപേരെയും ഒന്ന് പാടിയാലോ? ആ പാട്ടിനെ കുറിച്ച്, അത് ബിഹാഗ് എന്ന് പറഞ്ഞ രാഗത്തിലാണ് ശരിക്കും അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. മധുരം ഗായതി ഹൃദയ വിഹാരി തുളസീധാമ വിഭൂഷണഹാരി ദേവരാഗവന മാലിക
ലളിതമംഗരാഗസുമസൗരഭം പാപ പമാമ മഗ പമഗ മഗ നീനി നിദ ദദ പ നിദ പമ പമ പനിദ സനിദ പമദ പമഗ മഗരി സഗമ ഗമ പമ പനിദ സനിദ പമ ഗമ പനിദ സനിരി സഗരി മഗരി സ നിസരി നിസധനി പദമ പരി പമഗരി നാവ മുകുന്ദ ഹരേ ഗോപാലക പാഹി മുകുന്ദ ഹരേ വരദായക യദുനന്ദന സുന്ദര നാവ മുകുന്ദ ഹരേ ഗോപാലക പാഹി മുകുന്ദ ഹരേ. മ്യൂസിക് റാങ്ക് ഹോൾഡറോട് ചോദിക്കേണ്ട ചോദ്യമാണല്ലോ, കർണാട്ടിക് മ്യൂസിക്കിനോട് എത്ര ഇഷ്ടമുണ്ടെന്ന്. കർണാട്ടിക് മ്യൂസിക് പണ്ട് ചെയ്തിരുന്നു, ഒരുപാട് കച്ചേരികളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ശബ്ദമാണെങ്കിലും കൂടുതൽ ചേരുന്നത് ലൈറ്റ് സോങ്സ് ആണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടായിരുന്നു. പിന്നെ കർണാട്ടിക് മ്യൂസിക്കിനോടുള്ളൊരു ബഹുമാനവും കൂടിയിട്ട് കാരണം ഞാൻ കച്ചേരി തൽക്കാലം വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് ഡിവോഷണൽ അല്ലെങ്കിൽ സെമി ക്ലാസിക്കൽ സോങ്സ് കൂടുതൽ എനിക്ക് ചേരുന്നത് സെമി ക്ലാസിക്കൽ സോങ്സ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം അങ്ങനെ കൂടുതലും സെലക്ട് ചെയ്യുന്നത് ഈ ഒരു ഫീൽഡാണ്. അതിൽ തന്നെ ഭക്തിയിലാണ് ഇപ്പം മിക്കവാറും ഭക്തിഗാനമേളയ്ക്കാണ് കൂടുതലും പോവാറ്. അങ്ങനെയായിരിക്കാം നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ച് വന്നത്. കാരണം ഞാനും അധികം കച്ചേരികൾ അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്കും വോയിസ് എപ്പോഴും കുറച്ചും കൂടി ലൈറ്റ് മ്യൂസിക്കിന് സ്യൂട്ടായിട്ടുള്ള ഒരു വോയിസ് ആണെന്നാണ് പണ്ട് മുതലേ എല്ലാവരും പറയാറുള്ളതും എനിക്ക് തോന്നിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ കൂടുതൽ ലൈറ്റ് മ്യൂസിക്കാണ് പാടിയിട്ടുള്ളത്. പിന്നെ ഒരു സിംഗറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പ്ലേ ബാക്ക് എന്നുള്ള ഒരു ടാഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ അതെ, തീർച്ചയായിട്ടും. അവസരം നിങ്ങൾക്ക് രണ്ടുപേർക്കും വന്നു കഴിഞ്ഞു. അതെ, അതൊരു വലിയ വലിയ ഭാഗ്യമാണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഉള്ളത് എന്താന്ന് വെച്ചാല് കുറി വരച്ചാലും കുരിശു വരച്ചാലും എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വളരെ പ്രശസ്തമായ ഗാനം അത് പാടിയത് ശ്രീരേഖയാണ്. ഈ അവസരത്തിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് എൻ്റെ ഫസ്റ്റ് പ്ലേ ബാക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ MD രാജേന്ദ്രൻ സർ എന്നുള്ള ആ ലിറിസിസ്റ്റിനെ കുറിച്ച് മാത്രമേ നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. അദ്ദേഹം സംഗീതം നൽകിയ ഒരു പാട്ടാണ് ഈ കുറി വരച്ചാലും എന്നുള്ള പാട്ട്. അതിൻ്റെ മെയിൽ വേർഷൻ പാടിയിരിക്കുന്നത് നമ്മളുടെ ഗാനഗന്ധർവൻ തന്നെയാണ്. രവീന്ദ്രമാഷുമായിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ചെറിയൊരു എക്സ്പീരിയൻസ് ആണ്, എന്നാലും എനിക്കത് പറയണം എന്നൊരു ആഗ്രഹം. മാഷ് ഇവിടെ മാതൃഭൂമിയുടെ അടുത്താണ് താമസിച്ചിരുന്നത്, എറണാകുളത്ത്. അപ്പോൾ മാതൃഭൂമിയുടെ ഓഫീസിലെ ഒരു ഫംഗ്ഷന് വെച്ചിട്ട്, മാതൃഭൂമി സ്റ്റഡി സർക്കിളിൻ്റെ ഫംഗ്ഷന് വെച്ചിട്ട് മാഷ് പങ്കെടുക്കുന്ന അതിൽ ഞാനാണ് പ്രയർ പാടാനുണ്ടായിരുന്നത്. എല്ലായിടത്തും പ്രയർ ചൊല്ലുന്ന ഞാനായിരിക്കും. അപ്പം മാഷ് പങ്കെടുക്കുന്ന അതിൽ ഞാൻ ഒരു ശ്ലോകമാണ് ചൊല്ലിയത്. ആ പാടി കഴിഞ്ഞപ്പോൾ ഉടനെ മാഷ് വാ എന്ന് പറഞ്ഞ് അടുത്തേക്ക് വിളിച്ചു. മാഷ് അങ്ങനെ വിളിച്ചിട്ട് വേഗം ഒരു പേപ്പർ എടുത്തിട്ട് മാഷിന്റെ ഫോൺ നമ്പർ എഴുതി തന്നു. എന്നിട്ട് പറഞ്ഞു നാളെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് രാധിക ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ, രാധിക തിലക്. ഇന്ന് നമ്മോടൊപ്പം ഇല്ല. രാധിക ചേച്ചിയും ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ആ ഫംഗ്ഷന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ഞാനും അച്ഛനും കൂടി വിളിച്ചിട്ട് പോയി. അപ്പം മാഷും വൈഫും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടില്. മാഷ് അങ്ങനെ ചെന്ന് കുറേ നേരം സംസാരിച്ചു, പാട്ടൊക്കെ പാടിച്ചു. വളരെ സന്തോഷമായിട്ട് പിരിഞ്ഞു. പക്ഷെ അധിക നാള് പിന്നെ മാഷ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നില്ല. എന്നാലും മാഷിന്റെ പാട്ടുകൾ ഇപ്പോഴും അത്രയും ജീവനോടുകൂടി നമ്മുടെ അടുത്തുണ്ട്. വളരെയധികം ഒരു എന്താ പറയാ, ഒരുപാട് പേർക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണതെന്ന് ഞാൻ കരുതുന്നു. എങ്ങനെ ഞാൻ അവിടെ എത്തിപ്പെട്ടു എന്ന് എനിക്കിപ്പോഴും അറിയില്ല. തൊട്ടടുത്തിരുന്ന് പാട്ട് പാടി അത്രയും ഒരു ഭാഗ്യം കിട്ടിയല്ലോ, വളരെയധികം. അതുപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് P. ജയചന്ദ്രൻ സാറിൻ്റെ കൂടെ ഒരുപാട് ഡ്യുവറ്റായിട്ട് തന്നെ പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. സാറിൻ്റെ പ്രോഗ്രാംസിൽ പാടാനും. പിന്നെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഓർമ്മ വരിക സുശീലാമ്മയാണ്. കാരണം സാർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഗായികയാണ് സുശീലാമ്മ. ഇപ്പം ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ കൂടെ പാടിയത് ശിശിരകാലം പരാഗമോ. അപ്പോൾ ആ പാട്ട് പാടിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് പാടുന്നത് കൊണ്ടാണോ ടെൻഷൻ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അതിലൊരു വരിയുണ്ട്, വിരിഞ്ഞു മോഹനങ്ങൾ. ആ വരി പാടിയപ്പോൾ അതെങ്ങനെയൊക്കെയോ ആയിപ്പോയി. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. പക്ഷെ സാറ് നമ്മൾ കേട്ടിട്ടുള്ള പോലെ തന്നെ സാറ് ഇങ്ങനെ ഒരു നോട്ടം അങ്ങ് നോക്കി, തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കി പാട്ടും പാടാൻ പറ്റില്ലായിരിക്കും. ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ നമ്മൾ സുശീലാമ്മയുടെ ഒരു പാട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് നന്നായി പാടുകയാണെങ്കിൽ
സാർ അതിനെ അത്രത്തോളം നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും. വളരെ പ്രത്യേകിച്ച് സാറിന് സുശീലാമ്മയുടെ പാട്ടുകൾ എന്ന് പറഞ്ഞാല് ജീവനാണ്. അയ്യോ അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സുശീലാമ്മയുടെ പാട്ടുകൾ ഉദയഗിരി കോട്ടയിലെ ചിത്രലേഖേ ഈ പാട്ടൊക്കെ പാടിയിട്ട് നമ്മൾ സ്റ്റേജിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും സാറ് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് പ്യുവർ മ്യൂസീഷ്യൻ, പ്യുവർ ഒരു അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു സോൾ, അത്രയും പ്യുവർ മ്യൂസീഷ്യനാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ നമ്മൾ അങ്ങനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ രവീന്ദ്ര മാഷ പറഞ്ഞ പോലെ തന്നെ അത്രയും പ്യുവർ ആയിട്ടുള്ള, ഇതുപോലെ തന്നെ ദക്ഷിണാമൂർത്തി സ്വാമിയായിട്ടും ഇങ്ങനെ ദക്ഷിണാമൂർത്തി സ്വാമിയെ കാണാനും അദ്ദേഹത്തിന്റെ മുന്നിൽ പാടാനുള്ള ഭാഗ്യം ഉണ്ടായി. സ്വാമിയുടെ ഒരു വർക്ക് കോറസ് പാടാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പക്ഷെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്കിൽ പാടുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ. അപ്പോൾ അങ്ങനെ പാടാൻ, അപ്പോൾ അങ്ങനെയൊക്കെ പാടുമ്പോഴും നമ്മളെ അവർ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി പറയുമ്പോൾ പണ്ടത്തെ ആൾക്കാരാണ്, നമ്മൾ പറയും പണ്ടത്തെ ആൾക്കാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ സ്ട്രിക്റ്റ് ആണ് എന്നുള്ളത് പോലെ തന്നെ അത്രയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുമാണ്. സംഗീതത്തെ, കലയെ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ ഇത്രയും നാളത്തെ സംഗീത യാത്രയിൽ ഇതൊരു പുത്തൻ അനുഭവമായിരുന്നു. ഫ്യൂച്ചറൈ ടിവിയോടൊപ്പം ഇത്രയും നാളും പാട്ട് പാടി മാത്രമേ ഞങ്ങൾക്ക് ശീലമുള്ളൂ. ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ സംസാരിപ്പിച്ചു, ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനും സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് നമ്മളുടെ പാട്ടുകളല്ലേ. അതെ അതെ. നമുക്കൊരു അടിച്ചുപൊളി പാട്ട് പാടി അവസാനിപ്പിച്ചാലും. അടിച്ചുപൊളി വേണോ? പിന്നെ അടിച്ചുപൊളി വേണം നമുക്ക്. എനിക്ക് തോന്നുന്നു നമുക്ക് ലാലേട്ടനും നമ്മുടെ ഫേവറേറ്റ് സ്റ്റാർ ഉർവശി ചേച്ചിയും കൂടെ അഭിനയിച്ച വിഷ്ണുലോകം എന്ന് പറഞ്ഞ ചിത്രത്തിലെ ഒരു പാട്ട് അതെ ഡിവറ്റ് ആയിട്ട് പാടിയാലോ? ഓക്കെ, പാടാം. കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിൻവിരി മാറത്ത് പടരാൻ മോഹം നീ മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി കസ്തൂരി ചിങ്കാരി കളിയാടാൻ മച്ചാനെ പൊന്നു മച്ചാനെ നിൻവിരി മാറത്ത് പടരാൻ മോഹം. അപ്പൊ ശരി, എല്ലാവർക്കും നന്ദി, നമസ്കാരം.